ഹായ്, ഞാനിന്ന് നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു കൺസ്ട്രക്ഷൻ മിസ്റ്റേക്കിന്റെ മുന്നിലാണ്. കണ്ടോ, പിസായിലെ ചെരിഞ്ഞ ടവർ. ഇന്ന് ഞങ്ങളൊരു 7-8 പേര് ഒന്നിച്ച് ടാക്സി വിളിച്ചാണ് പോകുന്നത്. ഏകദേശം 20 മിനിറ്റോളം ഒരു സൈഡിലേക്ക് യാത്രയുണ്ട്. പോകുന്ന വഴിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, മൊത്തം വിജനമായ സ്ഥലമാണ്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. എങ്ങനെയാകുമെന്ന് അറിയത്തില്ല, പോയി നോക്കാം. ഞങ്ങള് ഏകദേശം ടവറിന്റെ ചോട്ടിലെത്തി. എന്തോ ഈ കാണുന്നതാണ് ടവർ. നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. ഇതാണ് ഞങ്ങൾ വന്ന വണ്ടി. ഞങ്ങള് ടവറിന്റെ അങ്ങോട്ട് നടക്കുക. മഴ പെയ്യുന്നുണ്ട്, അതാണ് ആകെയുള്ളൊരു കുഴപ്പം. ഞാൻ രണ്ടാമത്തെ തവണയാണ് ഇവിടെ വരുന്നത്. ഒരു 3 കൊല്ലം മുമ്പ് ഞാനിവിടെ ഒന്ന് വന്നതാ. അന്ന് ഞാനിങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു. ഈ കാണുന്ന കത്തീഡ്രലിന്റെ മണിമാളികയായിട്ടാണ് പണ്ട് ഈ ടവർ പണിതത്. ഒരു രക്ഷയില്ല, നല്ല തിരക്കാണ് ഇവിടെ. ധാരാളം ആൾക്കാർ ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട് ഇവിടെ. ഏകദേശം 5 മില്യൺ ആൾക്കാരാണ് വർഷവും ഇത് വിസിറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പിസ എന്നത് ഈ സ്ഥലത്തിന്റെ പേരാണ്. ഈ സ്ഥലത്തുള്ള ഈ ടവർ ഇവിടുത്തെ ചെരിഞ്ഞ ടവർ എന്നാണ് അറിയപ്പെടുന്നത്. പിസായിലെ ചെരിഞ്ഞ ഗോപുരം, അങ്ങനെയാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ടവറിന്റെ ചെരിവ് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. ഏകദേശം 1000 വർഷത്തോളം പഴക്കമുള്ള ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് ഈ പിസായില്. പക്ഷേ ആളുകളെല്ലാവരും ഇവിടെ വരുന്നത് ഈ ചെരിഞ്ഞ ടവർ കാണാൻ വേണ്ടി മാത്രമാണ്. ഈ ടവറിന്റെ മുകളിൽ കയറാനായിട്ട് ടിക്കറ്റ് എടുക്കണം. ഏകദേശം 20 യൂറോയാണ് ഇതിന്റെ മുകളിൽ കയറാനായിട്ട് ടിക്കറ്റ് നിരക്ക്. പക്ഷെ അത് നമുക്ക് ഇപ്പോൾ ചെന്നങ്ങനെ അങ്ങോട്ട് എടുക്കാൻ പറ്റത്തില്ല. ഇത് ഏകദേശം 2 മാസത്തോളം മുന്നേ ഒക്കെ ബുക്ക് ചെയ്ത് അതിന് സ്ലോട്ട് കിട്ടണം. അത് തന്നെ നല്ല ഒരു പ്രോസസ്സാണ് ടിക്കറ്റ് എടുക്കുക എന്ന് പറയുന്നത്. ആളുകളെല്ലാം ഇവിടെ വന്ന് പൊതുവെ എടുക്കുന്ന ഒരു ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഈ ടവർ, ചെരിഞ്ഞു നിൽക്കുന്ന ടവറിനെ താങ്ങി നിർത്തുന്ന പോലത്തെ ഉള്ള ഒരു ഫോട്ടോയാണ്. അതിനെവിടെ നോക്കിയാലും ആൾക്കാരിങ്ങനെ കൈയും വിരിച്ച് പിടിച്ചിങ്ങനെ, കണ്ടോ, കൈ നീട്ടി പിടിച്ച് നിൽക്കുന്ന പോലെ നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 800 വർഷം മുമ്പ് ഈ പിസയിലുള്ളവർ ഭയങ്കര റിച്ച് ആയിരുന്നു. അവർ കടലിൽ യുദ്ധമൊക്കെ ജയിച്ച് ധാരാളം സ്വർണ്ണമൊക്കെ കൊണ്ടുവന്ന് അങ്ങനെയാണ് അവരിത് ഇത്ര ഒരു മണിമാളിക, അതായത് ഈ ടവർ ഒരു മണിമാളികയാണല്ലോ, ഇത് പണിയാൻ വേണ്ടി തീരുമാനിച്ചത്. അവർക്കൊരു വാശിയായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ബെൽ ടവർ ഞങ്ങളുടേതായിരിക്കണം എന്നുള്ളൊരു രീതിയിലാണ് ഇത് പണി തുടങ്ങിയത്. 1173 ഇതിന്റെ പണി തുടങ്ങിയത്. ഏകദേശം 3 നില ആയപ്പോൾ തന്നെ ഇത് പതിയെ ചെരിയാനായിട്ട് തുടങ്ങി. അപ്പോൾ തന്നെ ഇത് പണിത മേസ്തിരി ഓടി ഇവിടുന്ന്. പുള്ളി ഇതിന്റെ പണി ഉപേക്ഷിച്ചിട്ട് രക്ഷപ്പെട്ടു. പിന്നീട് ഏകദേശം 100 വർഷത്തോളം ഇത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ പണി നടക്കുന്നില്ലായിരുന്നു. പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോൾ വേറൊരു മേസ്തിരി ഇതിന്റെ പണിയാൻ വേണ്ടി വേറൊരാള് ഇത് ഏറ്റെടുക്കുകയും ഇത് പണി പൂർത്തിയാക്കാം എന്ന് പറഞ്ഞു വരികയും ചെയ്ത്. അങ്ങനെ 200 വർഷം കൊണ്ട് അവര് 8 നില പണിത് പൂർത്തിയാക്കി. ഇതിന്റെ ഇടയിൽ യുദ്ധം ഉണ്ടായി. യുദ്ധം കാരണവും കുറെ താമസം നേരിട്ടു. ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ മിസ്റ്റേക്ക് ആണ് പിസ ടവർ. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒന്നിലും പെർഫെക്റ്റ് ആവണ്ട, ഡിഫറെൻ്റ് ആയാൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റ് നോക്കി ഇതിൽ നിന്ന് മനസ്സിലാവും. അതിപ്പോൾ നമ്മുടെ ലൈഫിലാണെങ്കിലും ഒന്നിലും പെർഫെക്റ്റ് ആവേണ്ട ആവശ്യമില്ല, മറ്റുള്ളവരിൽ നിന്നും ഒന്ന് ഡിഫറെൻ്റ് ആയാൽ മതി.
ഈ കാണുന്ന ഇതിന്റെ അകത്തുനിന്ന് പള്ളിയുടെ അകത്തുനിന്ന് കേറിയാലോന്നുണ്ട്. പക്ഷെ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട് നോക്കാൻ കേറാൻ. 1944 അമേരിക്കക്കാര് ഈ പിസ ടവർ ബോംബിട്ട് തകർക്കാനായിട്ട് ശ്രമം നടത്തി. പക്ഷെ അത് തകർക്കാൻ വേണ്ടി വന്ന വിമാനത്തിന്റെ പൈലറ്റ് ഈ നിർമ്മിതി കണ്ടിട്ട് ഇത്രയും നല്ല ഒരു ടവർ എങ്ങനെ ബോംബിട്ട് തകർക്കും എന്ന ഒരു ചിന്തയില് പുള്ളി ഇത് തകർക്കാതെ പോയി. അതുകൊണ്ട് നമുക്ക് ഇന്നും ഇത് ഇങ്ങനെ കാണാൻ സാധിക്കുന്നു. ഇന്ന് ഇത് ഏകദേശം 3.97 ഡിഗ്രി ചെരിഞ്ഞാണ് നിൽക്കുന്നത്. ഇനി ഒരു 200 വർഷത്തേക്ക് ഇത് സേഫ് ആണെന്നാണ് സയന്റിസ്റ്റ് പറയുന്നത്. വേണമെങ്കിൽ ഇവർക്കിത് പൂർണ്ണമായിട്ടും നേരെയാക്കാൻ സാധിക്കും. പക്ഷേ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയും ഒക്കെ ഇങ്ങനെ ചെരിച്ച് തന്നെ നിർത്തിയേക്കുവാണത്. ഏകദേശം 14,500 ടൺ വെയിറ്റ് ആണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ 56 മീറ്റർ ഉയരമുണ്ട്. ഏകദേശം 18 നിലയോളം ഉണ്ട് ഇതിൻ്റെ അകത്ത്. 18 നില ബിൽഡിംഗ് ആണ് ഈ ചെരിഞ്ഞ ടവർ. 294 സ്റ്റെപ്പ് കയറി വേണം ഇതിൻ്റെ മുകളിൽ എത്താൻ വേണ്ടി. 7 മണിയാണ് ഇതിൻ്റെ അകത്തുള്ളത്. 7 ബെല്ലുകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. 3 ലെയറായിട്ടുള്ള ബട്ടർ പോലെയുള്ള മണ്ണാണ് ഇതിൻ്റെ ചോട്ടിലുള്ളത്. മുകളിലൊരു 3 മീറ്ററോളം മണലാണ്, സാൻഡാണ് ഇവിടെ. അതിന് താഴെ ഒരു 10 മീറ്ററോളം ക്ലേ ആണ്, ചെളിമണ്ണാണ്. പിന്നീട് അതിന് താഴെ മണലും. അതാണ് ഇതിങ്ങനെ ചെരിയാനായിട്ടുള്ള കാരണം. ഞങ്ങള് ഇവിടുന്ന് പയ്യെ തിരിച്ചു പോവാണ്. നല്ല മഴയും പെയ്യുന്നുണ്ട്, അതുകൊണ്ട് ആകെ നനഞ്ഞു. ഇവിടെ അധികം സമയമില്ലായിരുന്നു ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി. അപ്പം എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഞാൻ 2023 പോയപ്പോൾ എടുത്ത വീഡിയോയാണ്. അന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു.